ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളിന് ശേഷം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ വീടിനടുത്തുള്ള നാഗരമ്പലം അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ചില ഭാഗങ്ങളാണ്. ഇത് തലേന്നും പിന്നെ പിറ്റേന്ന് രാവിലെയും ഞാൻ പോയിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ അമ്പലത്തിലെ ലൈറ്റും എല്ലാം ഒന്ന് കാണാം. അപ്പോൾ നിറയെ ഇവിടെ നല്ലൊരു വലിയൊരു മൈതാനമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ചുറ്റും ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു അമ്പലം കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തലേന്ന് കുറച്ച് നേരം നിന്നിട്ട് പോരുകയാണ് ചെയ്തത്. ഇത് അമ്പലത്തിൻ്റെ പുറകുവശമാണ്. പുറകുവശത്തിൽ ഒരു വലിയൊരു ആല് നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പകരം ഇപ്പോൾ വേറൊരു ആല് അവർ പിടിപ്പിച്ചേക്കാണ്. അത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് അവിടെയുള്ള ഓഫീസാണ്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്തായിരുന്നു, പുത്തൂര് ദേവി സുഗന്ധം അങ്ങനെ എന്തായിരുന്നു ആ ആനക്കുട്ടിയുടെ പേര്. അപ്പോൾ ആ ആനയാണ് അവിടെ ഡെയിലി ഇപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ നായരമ്പലം അമ്പലത്തിലൊരു ആനയുണ്ട് കേട്ടോ. ആ ആന ഇപ്പോൾ വയ്യാതിരിക്കുന്നതുകൊണ്ടാണ് അതിനെ എഴുന്നള്ളിക്കാനൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെ 1001 കന്നിയുടെ കൂട്ടവെടി ഉണ്ടായിരുന്നു. കുറേ ആളുകളുണ്ടായിരുന്നു. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇപ്പോൾ കുറച്ച് ആളുകളേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഉത്സവത്തിനൊക്കെ കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. വീണ്ടും ഞങ്ങൾ മോർണിംഗ് ആ ആനക്കുട്ടിയുടെ അടുത്തേക്ക് പോയി അപ്പൂനും മേയ്ക്കും അതിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളിങ്ങനെ തലയൊക്കെ ആട്ടി നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ പാട്ടോ കൊട്ടോ ഒന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അതിന് ആളുകളെ കണ്ടപ്പോൾ എന്തോ ഇങ്ങനെ നല്ല ഒരു കുഞ്ഞ് ആനക്കുട്ടിയാണേ. മുടിയൊക്കെ ഉണ്ട് മുന്നിൽ. നല്ല രസമുണ്ടായിരുന്നു അതിങ്ങനെ നിന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ അപ്പൂ മീയൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമായി അവർക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ടിട്ടേ. അപ്പോൾ ആളുകളെ കണ്ടിട്ടാണോ എന്തോ അറിയത്തില്ല, അതിങ്ങനെ നിന്ന് തലയാട്ടിക്കൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ രാവിലെ 6 മണിക്ക് വന്നിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ട് ഒരു 10:30 ആയപ്പോൾ തിരിച്ച് വന്നു കേട്ടോ. ഒരു 7:30 ആയിട്ട് പോയിട്ട്. അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ ഉത്സവം രാവിലത്തെ ശിവേലി നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരുവനം കുട്ടന്മാരാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത്രയും ആൾക്കാർ പുറകിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തോരം ജനങ്ങളുണ്ടായിരുന്നു എന്ന്. സൺഡേയും കൂടി ആയതുകൊണ്ട് കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഉത്സവത്തിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ കഞ്ഞിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. വീട്ടിലേക്ക് തിരിച്ചു പോന്നു. എൻ്റെ വീട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങളങ്ങ് പോരാണ് ചെയ്തത്. അപ്പോൾ ഞാൻ തലേന്ന് പോയിട്ടുണ്ടായിരുന്നു. സുമേഷ് ഏട്ടൻ അന്ന് രാവിലെയാണ് വന്നേ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് സുമേഷ് ഏട്ടൻ വന്നത്. ഭയങ്കര ചൂടായിരുന്നു, ഒട്ടും നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ മീൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. രണ്ടുപേരും മണ്ണിൽ കിടന്ന് നല്ല കളിയായിരുന്നു. അതെ, ഇത് കണ്ടോ, അതിൻ്റെ ഒരു വീഡിയോ ആണ് കാണുന്നത്. ചെറിയൊരു ഭാഗം മാത്രമാണ്. കുറേ നേരം മണ്ണിൽ നല്ല കളിയായിരുന്നു രണ്ടുപേരും കൂടെ. അതിനുശേഷം ആനകളൊക്കെ മെയിൻ നടപ്പുരയിൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആളുകളൊക്കെ വേഗം വേഗം മാറുകയാണ്. അപ്പോൾ ഞങ്ങളും ഇങ്ങോട്ട് നീങ്ങി നിന്ന്. 5 ആനയുടെ ഉത്സവമാണ് ഉണ്ടായിരുന്നത്. ഈവനിങ്ങും 5 ആന തന്നെയാണെന്നാണ് പറഞ്ഞത്. ഒരിടയ്ക്ക് 11 ആന വരെ ഉണ്ടായിരുന്നു. പിന്നെ 7 ആന അങ്ങനെയായിരുന്നു ഉത്സവം ഉണ്ടായിരുന്നത്. 7 ആന വരെയാണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നിയമത്തിലൊക്കെ കുറേ മാറ്റമൊക്കെ വന്നല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതിന് ശേഷം ഞങ്ങൾ പോന്നു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് വീഡിയോ ബാക്കിയൊന്നും ഇനി എടുക്കാൻ പറ്റാതിരുന്നത്. വൈകുന്നേരത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയും ഞങ്ങൾ കുറേ വീഡിയോ ആയിട്ട് വരും. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്